വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗംഭീരമായ ഐശ്വര്യപൂർണ്ണമായ സമ്പൽ സമൃദ്ധമായ ഒരു അടിപൊളി ദിവസം ആശംസിക്കണം ആദ്യം രാവിലെ തന്നെ. അതെ, എന്തായാലും സമ്പൽ സമൃദ്ധമായ പ്രത്യേകം പറയണം. കാരണം ഇന്ന് ബജറ്റ് അവതരണമാണ്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ്, 79ാമത് ബജറ്റാണ് കേരളത്തിന്റെ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളേറെയാണ്. ഗുഡ് ഗവേണൻസ് വിത്ത് എംപതി, അതെങ്ങനെയായിരിക്കും ബജറ്റിൽ പ്രതിഫലിപ്പിക്കുക. അപ്പോൾ ഇന്ന് ജൂൺ 19 തീയതിയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് മിഥുനം 5 ഇന്ന് ബജറ്റ് ദിവസമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഗംഭീരമായ ഒരു ദിവസം ആശംസിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശൻ സർക്കാർ ആദ്യ ബജറ്റ് ഇന്നാണ്. എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ധനസ്ഥിതി മോശമാണ്, ധവളപത്രം ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യ ബജറ്റ്, അല്ലേ? എന്നാലും ഈ ബജറ്റ് എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ബജറ്റ് നേരത്തെ അവതരിപ്പിച്ചിരുന്നു. ചില കാര്യങ്ങളിൽ പരിമിതിയുണ്ട്. ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കണം. അതുകൊണ്ട് എല്ലാം കൂടി ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും കൂടി ഈ ബജറ്റിൽ പ്രയോഗിക്കുമോ എന്നറിയില്ല. എന്നാൽ അത്യാവശ്യമായ കാര്യങ്ങൾ വേണം താനും. കാരണം ആ ഒരു ഭരണമാറ്റം ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ആ മട്ടിലൊരു ബജറ്റ് ആയിരിക്കുമോ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ എന്താണ് വരുമാന വർധനയുള്ള വഴികൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിലുണ്ട്. ബജറ്റിൽ വിസ്മയം കാത്തു കേരളം. അപ്പോൾ മുഖ്യമന്ത്രിയായ ഒരാൾ ബജറ്റ് അവതരിപ്പിക്കുന്നു, ധനമന്ത്രിയായി കൂടി ബജറ്റ് അവതരിപ്പിക്കുന്ന അപൂർവത കൂടിയുണ്ട്. ആർ ശങ്കർ നേരത്തെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ അങ്ങനത്തെ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ്. സാധാരണമല്ലത് അല്ലേ? എന്തായാലും വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്നാണ്. രാവിലെ 9 മണിക്ക് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇന്ന് ബജറ്റ് അവതരിപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെ DA വർധന, ശമ്പള പരിഷ്കരണം, ക്ഷേമ പെൻഷൻ വർധന, ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF സർക്കാർ വികസനത്തിനായി മുന്നിൽ നിർത്തിയ കിഫ്ബിയുടെ തുടർപ്രവർത്തനങ്ങൾ എന്തെന്നും ബജറ്റിലൂടെ അറിയാം. റിനു ശ്രീധർ, ലിഡിയ ജേക്കബ് എന്നവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ആദ്യം റിനുവിലേക്ക് പോകുന്നു. റിനു, വരുമാന വർധനയുള്ള വഴികൾ എങ്ങനെയാണ്? കിഫ്ബിയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിലനിർത്തുമോ, പൊളിച്ചെഴുതുമോ? എന്തൊക്കെയാണ് ക്ഷേമ പദ്ധതി പ്രഖ്യാപനം ഉണ്ടാവുക? ക്ഷേമ പെൻഷൻ വർധനം ഉണ്ടാവുമോ? അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുടെ ചോദ്യങ്ങൾ അടുത്ത മണിക്കൂറുകൾക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. റിനു, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, കൃഷ്ണ, എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ഈ കരുതൽ നിറച്ച UDFന്റെ ആദ്യ ബജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കരുതലും അതിജീവനവും ഒക്കെ തന്നെ മുൻനിർത്തിയുള്ള ഒരു ബജറ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്ത് വിസ്മയമായിരിക്കും കേരളത്തിന് വി ഡി സതീശൻ സർക്കാർ, അല്ലെങ്കിൽ വി ഡി സതീശൻ ധനകാര്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി നൽകുന്നത് ബജറ്റിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിക്കൊണ്ട് ധവളപത്രം ഇറക്കി. ഈ ധവളപത്രം ഇറക്കിയതിന് തൊട്ടു പിന്നാലെയുള്ള ഒരു ബജറ്റ് എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. അതേസമയം UDF സർക്കാരിന്റെ കന്നി ബജറ്റ് ആയതുകൊണ്ട് തന്നെ ചില മാജിക്കുകൾ വി ഡി സതീശൻ നടത്തും എന്നുള്ളതിലും യാതൊരുവിധ സംശയവുമില്ല. സർക്കാർ ജീവനക്കാർക്കടക്കമുള്ള സഹായങ്ങൾ, പെൻഷൻ പദ്ധതി അടക്കം. പക്ഷേ പെൻഷൻ പ്രായത്തിലേക്ക് ഒരു വർധനവ് ഉണ്ടാകില്ല എന്നുള്ള ചില വിവരങ്ങളും വരുന്നുണ്ട്. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഒക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും വർദ്ധിപ്പിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വി ഡി സതീശന്റെ മാജിക് ബജറ്റിലൂടെ പ്രഖ്യാപിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത് പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ്. UDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ഈ 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ട ഒരു വർധനവ് ഇതിൽ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. സമ്പൂർണ്ണമായിട്ടുള്ളൊരു ബജറ്റ് അല്ല അവതരിപ്പിക്കുന്നത്. ഇനി മാസങ്ങൾക്ക് ശേഷം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബജറ്റിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ബജറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും കഴിഞ്ഞ LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ വികസനത്തിന് മുൻനിർത്തിയ കിഫ്ബി, ആ കിഫ്ബിയെ ഉടച്ചു വാർക്കുന്ന ഒരു ഇടപെടൽ വി ഡി സതീശൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും വി ഡി സതീശൻ അധികാരത്തിലെത്തിയതിനു ശേഷം പ്രത്യേക ഒരു പഠനം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുറമുഖ മേഖലയ്ക്കടക്കം, തെക്കൻ കേരളത്തിലടക്കം, അല്ലെങ്കിൽ കേരളത്തിൽ സമ്പൂർണ്ണമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പെൻഷൻ വർധനവിനൊപ്പം മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനം ഇത്തവണ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കുന്നതിന് വിഴിഞ്ഞത്തെ മുൻനിർത്തിയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 9 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി, അല്ലെങ്കിൽ പോലും താമസം ക്ലിഫ് ഹൗസിലേക്ക് മാറിയിട്ടില്ല. അവിടെ നിന്ന് 8:30
ഉച്ചയോടുകൂടി നിയമസഭയിലേക്ക് എത്തും. ആ ബജറ്റ് ബാഗുമായിട്ടായിരിക്കും എത്തുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ധനമന്ത്രിമാരെല്ലാം തന്നെ ഈ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നമ്മൾ ലൈവായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതുമാണ്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇത്തവണയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് നമുക്ക് അറിയാം. എന്തായാലും നിലവിൽ ബജറ്റിൽ കേരളം അല്ലെങ്കിൽ കേരളത്തിന് എന്തൊക്കെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും കഴിഞ്ഞ LDF സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചതുകൊണ്ട് പദ്ധതി വിനിയോഗത്തിനുള്ള തുകയിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി ഈ സർക്കാരിനാകില്ല എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാണ്. അതങ്ങനെയാണ്, ആ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ചില വിസ്മയങ്ങൾ ഉണ്ടാകും. അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഹാഷ്മി, ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേരളം കാത്തിരുന്ന ആദ്യ ബജറ്റ്. നമുക്കറിയാം ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷമുള്ള ആദ്യ ഒരു മുഖ്യമന്ത്രി, ധനമന്ത്രിയാകുന്ന മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അത്തരത്തിലുള്ള ഒരു ബജറ്റാണ് ഇത്തവണ പ്രഖ്യാപിക്കുക. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് കൂടി ചേരുകയാണ്. ലിഡിയ, വെരി ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ബജറ്റുകളെയൊക്കെ ഒരു ഭാവനാപൂർണമായ കണക്കുകളെന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ സത്യസന്ധവും യാഥാർത്ഥ്യബോധവുമുള്ള കണക്കുകൾ അവതരിപ്പിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഭരണമാറ്റം അത് ജനങ്ങൾക്ക് പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാവേണ്ടതാണ്. വാണിജ്യ തലസ്ഥാനമായ കൊച്ചി, അതുമായി അനുബന്ധ പ്രദേശങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഉള്ളത്? തീർച്ചയായും മധ്യ കേരളം മുഴുവനും വലിയ പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് IT നഗരമായിട്ടുള്ള കൊച്ചി, വാണിജ്യ തലസ്ഥാനം എന്ന് പറയുന്ന കൊച്ചി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ IT നഗരത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള AI സ്റ്റാർട്ടപ്പുകൾ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ, അതിനുള്ള ധനസഹായങ്ങൾ അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു IT വ്യവസായം മുതൽ കാർഷിക മേഖല വരെ തൊടുന്ന ഒരു ബജറ്റായിരിക്കും. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പുതിയ പദ്ധതികൾ, ഒപ്പം സ്റ്റാർട്ടപ്പുകൾ, മറ്റ് IT വ്യവസായ മേഖലയ്ക്ക് മുഴുവനായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള അത് വികസനവും കാര്യങ്ങളുമൊക്കെ ചർച്ചയാകും, അല്ലെങ്കിൽ അത് ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ IT നഗരത്തിന്റെ മെട്രോയുടെ 3ാം ഘട്ടമാണ്. അങ്കമാലി വരെയുള്ള മെട്രോയുടെ 3ാം ഘട്ടത്തിനുള്ള പദ്ധതി പ്രഖ്യാപനവും അല്ലെങ്കിൽ അതിനുള്ള ആദ്യഘട്ട നടപടികളും ഉണ്ടാകും ബജറ്റിൽ എന്നുള്ളത് കൂടി വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരിയെ തൊട്ടുകൊണ്ട് പോകുന്ന 3ാം ഘട്ട മെട്രോ എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ പ്രതീക്ഷ കൂടിയാണ്. ആ ഒരു പ്രതീക്ഷ കൂടി ഇപ്രാവശ്യത്തെ ബജറ്റിൽ വെച്ച് പുലർത്തുന്നുണ്ട്. പിന്നെ എല്ലാ ബജറ്റിലും നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരി റെയിൽപാത തന്നെയാണ്. അതെങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ബജറ്റിൽ ആ ഒരു ശബരി റെയിൽപാതയ്ക്ക് ജീവൻ വെക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക പാക്കേജുകൾ അടക്കം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തീരദേശ മേഖലയും മത്സ്യബന്ധന മേഖലയും തന്നെയാണ്. ഈ ടെട്രാപോഡുകളുടെ നിർമ്മാണം, അതിന്റെ അടുത്ത ഘട്ടം അടക്കം നീക്കിവെക്കേണ്ടതുണ്ട്. അടുത്ത ഘട്ടത്തിന് അടക്കം കൃത്യമായിട്ടുള്ള ഫണ്ട് അടക്കം നീക്കിവെക്കേണ്ടതായിട്ടുണ്ട്. ഈ മത്സ്യബന്ധന മേഖലയിൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിലേക്കും ഈ കാർഷിക മേഖലകളിലേക്കും കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ വന്യജീവി ആക്രമണവും മറ്റ് പ്രശ്നങ്ങളും, കൃഷിനാശം അടക്കമുള്ള പ്രശ്നങ്ങളും വലിയ ബുദ്ധിമുട്ട് മലയോര ജനതയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ പാക്കേജുകളോ കാര്യങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി മലയോര ജനതയും ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആലപ്പുഴയിലൊക്കെ വരികയാണെങ്കിൽ നെൽ കർഷകരുടെ പ്രതിസന്ധിയിൽ വലിയ പരിഹാരത്തിനുള്ള ഒരു പ്രതീക്ഷകളും കാര്യങ്ങളുമൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിലൊരു പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളത് കൂടി ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് കൊച്ചിയാണെങ്കിലും ഇടുക്കിയാണെങ്കിലും ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇക്കോ ടൂറിസം, ഈ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൈറ്റ് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് VD സതീശൻ സർക്കാർ നൽകുക എന്നുള്ളത് കൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഈ അഡ്വഞ്ചർ ടൂറിസത്തിലും ഇക്കോ ടൂറിസത്തിലും ഒക്കെ വലിയ സാധ്യതകൾ ഇടുക്കിക്കുണ്ട്. പക്ഷേ മറ്റ് പല കാരണങ്ങൾ, ഈ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഇടുക്കി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിലൊരു പരിഹാരം കൃത്യമായിട്ടുള്ള ഈ ഒരു ഇക്കോ ടൂറിസം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് അത്
കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു നടപടിയിലേക്ക് പോകുമോ, അതിനുള്ള പാക്കേജുകൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് കൂടി ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകൾ, മറ്റ് ജനറൽ ആയിട്ടുള്ള മേഖലകളിൽ കൂടി ഉന്നം വെക്കുന്നുണ്ട്, അതുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മധ്യ കേരളം ഉള്ളത്. ആ ഒരു പ്രതീക്ഷ കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടാവാത്തതിനേക്കാൾ കൂടുതൽ കൃത്യമായിട്ടുള്ള പാക്കേജുകളും കൂടുതൽ നടപടികളും മധ്യ കേരളത്തിന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ IT നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ മധ്യ കേരളം ഒട്ടാകെ വലിയ പ്രതീക്ഷ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെയൊക്കെ കാര്യത്തിലൊക്കെ വലിയ പ്രതീക്ഷ, താങ്ങുവില വർദ്ധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉന്നയിച്ചിരുന്നു. ആ ഒരു കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഉറപ്പ് പാലിക്കേണ്ടതുണ്ട്. ആ ഒരു ഉറപ്പുണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ കർഷകരും അതോടൊപ്പം തന്നെ മൊത്തം ജനതയും, അതായത് മധ്യ കേരളത്തിലെ മൊത്തം ആളുകളും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. യെസ്, എന്തൊക്കെയാണ് ബജറ്റിൽ എന്നുള്ളതാണ് എറണാകുളം. മുഖ്യമന്ത്രിയുടെ ജില്ല കൂടിയാണ് എറണാകുളം. ഇവിടെ വാണിജ്യ നഗരമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ആരോഗ്യ മേഖല വരെ ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും ഈ പറയുന്ന മധ്യ കേരളവും എറണാകുളം അടക്കം വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു. ഇനി മലബാർ മേഖലയിലേക്ക് പോയാൽ UDF സർക്കാർ ആദ്യ ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മലബാർ മേഖലയും കാത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പിന്തുണ UDFന് സമ്മാനിച്ച മലബാറിന് വലിയ പദ്ധതികളും വിഹിതവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മലബാറിന് എല്ലാ കാലത്തെയും പോലെ ഇക്കുറിയും ആവശ്യങ്ങൾ ഏറെയാണ്. വികസന പ്രശ്നങ്ങളും അനവധി. VD സർക്കാർ അധികാരത്തിലെത്താൻ UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് സമ്മാനിച്ച മലബാറിന് ബജറ്റിൽ പ്രത്യേക മലബാർ വികസന പാക്കേജ് VD വിസ്മയമായി ഉണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാകാത്ത വികസന പദ്ധതികൾ തുടരണം. ഇത് മലബാറിലെ പൊതു ആവശ്യമാണ്. ദേശീയപാതയും അനുബന്ധ റോഡ് വികസനങ്ങളും നടക്കണം. വയനാട് തുരങ്കപാത നിർമ്മാണം വയനാട് കോഴിക്കോട് ജില്ലയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. വയനാട്ടുകാർക്ക് വികസന വഴിയിൽ പ്രശ്നങ്ങൾ ഒട്ടനവധിയുണ്ട്. ചൂരൽമല പുനരധിവാസത്തിന്റെ തുടർച്ചയാണ് ഏറ്റവും നിർണായകം. കാലവർഷക്കെടുതികളിൽ നിന്നും രക്ഷ വേണം. വന്യമൃഗശല്യം ഒരു വലിയ പ്രശ്നമാണ്. മലബാറിൽ പൊതുവായ പ്രശ്നം ഗതാഗത കുരുക്കാണ്. കുരുക്കഴിക്കാൻ ബജറ്റിൽ എന്തെങ്കിലും വിസ്മയം ഉണ്ടാകണേ എന്നത് ഒരു പൊതു അഭ്യർത്ഥനയാണ്. മലപ്പുറത്തു നിന്നും കോഴിക്കോടേക്ക് എത്തുമ്പോഴേക്കുള്ള കുരുക്ക്, പിന്നീട് പന്തീരങ്കാവ്, മാങ്കാവ്, തൊണ്ടയാട്, മാവൂർ റോഡ്, എരഞ്ഞിപ്പാലം, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ ഭാഗത്തെ കുരുക്കുകൾ പതിവാണ്. ഇവിടെ പുതിയ റിംഗ് റോഡുകളും ബൈപ്പാസുകളും ഫ്ലൈ ഓവറുകളും ബജറ്റ് പ്രഖ്യാപനമായി വരണമെന്നതാണ് പൊതുവിൽ വരുന്ന ആവശ്യം. ജലഗതാഗതവും കപ്പൽ ചരക്ക് നീക്കവും മലബാറിന്റെ ഏറെക്കാലത്തെ പ്രതീക്ഷയാണ്. ബേപ്പൂർ തുറമുഖത്ത് നിന്ന് ഇവിടുത്തെ വിഴിഞ്ഞം വന്നു. വിഴിഞ്ഞം, കൊല്ലം, എറണാകുളം, കോഴിക്കോട്, അഴീക്കൽ, മംഗലാപുരം തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചിട്ട് ഉൾനാടൻ ജലഗതാഗതം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയ്ക്ക് ചരക്ക് കേരള പദ്ധതി വളരെ മുന്നോട്ട് പോയതാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. ജലഗതാഗതം കൂടുതൽ മെച്ചപ്പെടുത്തുക, ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക. ടൂറിസം, IT, വ്യവസായ മേഖലകളിൽ വലിയ പദ്ധതികൾ വേണമെന്ന ആവശ്യവുമുണ്ട്. മലബാറിന് സ്വന്തമായ 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെയും വികസനവും ഉയരുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ്. പോർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിക്കുമെന്നതാണ് വലിയ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ പൊന്നാനി, ബേപ്പൂർ, അഴീക്കോട് തുറമുഖങ്ങളുടെ വികസനം യാഥാർത്ഥ്യമാകുമെന്നും കണക്കുകൂട്ടുകയാണ്. ഏതായാലും VD സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷകളും ആവശ്യങ്ങളും മലബാറിൽ ഏറെ കൂടുതലാണ്. അതെല്ലാം വിസ്മയമായി VD പരിഗണിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. VD സർക്കാരിന് അധികാരമേൽക്കാൻ വലിയ പിന്തുണയാണ് മലബാർ നൽകിയത്. അതുകൊണ്ട് തന്നെ VDയുടെ ആദ്യ ബജറ്റിൽ എന്തു വിസ്മയമാണ് മലബാറുകാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. 50,000 കോടിയുടെ ഒരു ബാധ്യത ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അധിക വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. വിഭവ സമാഹരണത്തിന് എന്തൊക്കെ നടപടികൾ പ്രഖ്യാപിക്കുമെന്നതാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ആദ്യ ബജറ്റിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആകാംക്ഷ. കേന്ദ്ര സഹായത്തിലെ 20,000 കോടിയുടെ കുറവാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന VD സതീശന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. നികുതി ചോർച്ച തടയാനും നികുതി പിരിവ് ഊർജിതമാക്കാനുമുള്ള നടപടികൾ അടങ്ങുന്ന സമഗ്ര ധന മാനേജ്മെന്റിലൂടെ വരുമാന വിടവ് പരിഹരിക്കാനായിരിക്കും VD സതീശൻ ശ്രമിക്കുക. സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ ധവളപത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത വാർഷിക പദ്ധതിക്കായി വിലയിരുത്തിയ തുകയിൽ 20,500 കോടി രൂപയുടെ കുറവുണ്ട് എന്നതായിരുന്നു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് 36,000 കോടി രൂപയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിച്ചതോടെ വാർഷിക പദ്ധതി നടപ്പിലാക്കാൻ 20,500 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഇടത് സർക്കാർ പാസാക്കിയ ബജറ്റ് പുതുക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും ഇതുതന്നെ.
അധിക വിഭവസമാഹരണമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇതിനുള്ള വഴിയാണ് ബജറ്റ് തുറന്നെടുക്കേണ്ടത്. പ്രതിപക്ഷത്തിരിക്കെ ആരോപിച്ച നികുതി ചോർച്ച തടയാനുള്ള നടപടിയെടുക്കുക എന്നതാണ് പോംവഴി. സ്വർണ്ണത്തിന്റെ വിൽപ്പനയ്ക്കനുസരിച്ചുള്ള നികുതി കിട്ടുന്നില്ലെന്നും IGST ഫലപ്രദമായി പിരിച്ചെടുക്കാനാവാത്ത മൂലം 1,00,000 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ ആരോപിച്ചിരുന്നത്. ഈ നഷ്ടങ്ങൾ തിരിച്ചുപിടിക്കാൻ GST സംവിധാനം ഉടച്ചുവാർക്കുന്നതിനും നികുതി പിരിവ് ഊർജിതമാക്കുന്നതിനുള്ള നടപടികളും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. നികുതി വരുമാനം ഗണ്യമായി ഉയർത്തിയാലല്ലാതെ ഇന്ദിരാ ഗ്യാരണ്ടികളും ക്ഷേമപെൻഷൻ വർധനവും നടപ്പിലാക്കാനാവൂ. LDF നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി പോലെ സാമ്പത്തിക ബാധ്യത വരുന്ന പദ്ധതികൾ വേറെയുമുണ്ട്. ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വരുമാനം കൂടിയേ തീരൂ. വാഹന നികുതിയുടെ പകുതിയും ഇന്ധന സെസ്സും ഇപ്പോൾ കിഫ്ബിയിലേക്കാണ് പോകുന്നത്. ഇത് അവസാനിപ്പിച്ച് സർക്കാരിൻ്റെ പണലഭ്യത കൂട്ടാനുള്ള നടപടികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. LDF സർക്കാർ ബജറ്റും ധനവിനിയോഗ ബില്ലും പാസാക്കിയതിനാൽ റിവൈസ്ഡ് ബജറ്റോ ഭേദഗതി ബജറ്റോ ആയിരിക്കും മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. ബജറ്റ് പുതുക്കുമ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് പരിമിതിയുമുണ്ട്. 24 തിരുവനന്തപുരം. UDF സർക്കാർ ആദ്യ ബജറ്റിൽ വിസ്മയങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാർ. പെൻഷൻ പ്രായം കൂട്ടിയുള്ള പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായേക്കില്ല. അതേസമയം DA കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചേക്കും. മുൻകാല പ്രാബല്യത്തോടെ ജനുവരി മാസം മുതലുള്ള 2% ക്ഷാമബത്ത ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ജീവനക്കാർ. കഴിഞ്ഞ LDF സർക്കാർ DA വർധന മുൻകാല പ്രാബല്യമില്ലാതെ പ്രഖ്യാപിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം മുൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന അഷ്വേർഡ് പെൻഷൻ സ്കീം ഉപേക്ഷിച്ചേക്കും. പകരം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലെ സർക്കാർ വിഹിതം ഉയർത്തണമെന്ന സർവീസ് സംഘടനകളുടെ ആവശ്യം അംഗീകരിക്കും. ധവളപത്രത്തിൽ പെൻഷൻ പ്രായം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേതിന് സമാനമായി ഉയർത്തണമെന്ന പരാമർശമുണ്ടായിരുന്നെങ്കിലും യുവജന പ്രതിഷേധം കണക്കിലെടുത്ത് ബജറ്റിൽ പരിഗണിക്കില്ലെന്നാണ് വിവരം. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കില്ല. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന ധവളപത്രത്തിലെ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുമെന്നും സൂചനയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ദീർഘകാല ആവശ്യങ്ങളിൽ ചിലതിനെങ്കിലും പരിഹാരമാകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് സർവീസ് സംഘടനകൾ. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഇടുക്കിയിലെ ടൂറിസം മേഖല. പ്രതിവർഷം ലക്ഷക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇടുക്കിക്ക് ഇത്തവണയെങ്കിലും അർഹമായ പരിഗണന കിട്ടും എന്നാണ് ഹൈറേഞ്ചിന്റെ പ്രതീക്ഷ. പ്രകൃതി ഭംഗി ആരെയും ആകർഷിക്കുന്നതാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന പ്രശ്നം. മൂന്നാർ ടൗണിലെ രൂക്ഷമായ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരമായി ബൈപ്പാസ് റോഡുകളും ശാസ്ത്രീയമായ പാർക്കിംഗ് കേന്ദ്രങ്ങളും വേണം. സഞ്ചാരികൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നൈറ്റ് ടൂറിസം പദ്ധതികൾക്കും ഈക്കോ ടൂറിസം വികസനത്തിനും ബഡ്ജറ്റ് വിഹിതം അനിവാര്യമാണ്. നിരവധിയായ ടൂറിസം സാധ്യതകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഇടുക്കി. എന്നാൽ നിരവധിയായ പോരായ്മകളുണ്ടെന്നാണ്. സഞ്ചാരികൾക്ക് എത്തപ്പെടാൻ കഴിയാത്ത റോഡുകളുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് കഴിയാത്ത നിരവധിയായ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു ടൂറിസം പോലീസ് സ്റ്റേഷൻ നമ്മുടെ ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സാഹസിക ടൂറിസം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. അന്താരാഷ്ട്ര നിലവാരമുള്ള ശൌചാലയങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും ഹൈവേകളിൽ നിർമ്മിക്കുന്നതിനും പ്രത്യേക ഫണ്ട് നീക്കിവെക്കേണ്ടതുണ്ട്. ഒപ്പം തോട്ടം തൊഴിലാളികൾ ഭൂരിപക്ഷമുള്ള ഈ മേഖലകളിൽ ടൂറിസം വഴിയുള്ള ബദൽ വരുമാന മാർഗങ്ങൾക്കും ഊന്നൽ നൽകണം. പ്രഖ്യാപനങ്ങൾക്കപ്പുറം കൃത്യമായ നടപ്പാക്കലിലൂടെ മാത്രമേ ഇടുക്കിയിലെ ടൂറിസം മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയൂ. പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഹൈറേഞ്ചിന് വസന്തമാകുമോ അതോ നിരാശയോ എന്നാണ് ടൂറിസം മേഖല ഉറ്റുനോക്കുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. അതേസമയം ജനത്തിന്റെ ബജറ്റ് പ്രതീക്ഷ എന്താണ്? UDF സർക്കാർ ആദ്യ ബജറ്റിൽ കാത്തിരിക്കുന്ന പ്രഖ്യാപനം എന്താണ്? ജനം പറയുന്നതെന്ന് കാണാം. ബഡ്ജറ്റിലെ പ്രതീക്ഷ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജീവിതമാർഗം ഉണ്ടാകാൻ ശമ്പളം കൂട്ടിയും ബസ്സിൽ അതൊക്കെ വേണം. സാധനങ്ങൾക്കെല്ലാം ഇപ്പോൾ വില കൂടുതലാണ്. പച്ചക്കറി ആയാലും മത്സ്യമായാലും എല്ലാം. അതുപോലെ അതിനെല്ലാം നല്ല പ്രതീക്ഷ ഉണ്ടായി സർക്കാരിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പെൻഷൻ പ്രായം ഉയർത്താൻ സാധ്യതയുണ്ടാവും. അത്ഭുതങ്ങൾക്ക് വേറെ വഴിയൊന്നും കാണുന്നില്ല. വിലവർധന രൂക്ഷമായ പ്രശ്നം തന്നെയാണ്. അത് കുറക്കാനുള്ള മാന്ത്രിക വഴിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. ബഡ്ജറ്റിൽ സാർവത്രികമായിട്ടുള്ള ജനങ്ങളുടെ സാമൂഹ്യ നന്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രൊഡക്റ്റീവ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമാണ് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പാസ്സാക്കുകയും അതിനുശേഷം ഒരു ഓഗസ്റ്റോടുകൂടി അതിൻ്റെ 50% വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു 2025. ഈ ഗവൺമെൻറ് അങ്ങനെ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. അതാണ് ബഡ്ജറ്റിൽ എന്ത് പാസ്സാക്കുന്നോ അത് നടപ്പാക്കുക. സ്ഥിരമുള്ളതുപോലെ തന്നെയല്ലേ വില കൂട്ടലും എല്ലാ കാര്യങ്ങളും തന്നെയല്ലേ. ഏത് മന്ത്രി സഭ വന്നാലും ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്.
ഇല്ല, നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെന്നാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഒരു പ്രതീക്ഷയുണ്ട്. പുതിയൊരു മന്ത്രിസഭയല്ലേ. അല്ല, ജോലി അവസരങ്ങൾ ഒരുപാട് ഉണ്ടാവണം. ഒരുപാട് പേര് പുറത്തു പോവുകയാണ്. അപ്പോൾ അതെല്ലാം ഈ ബഡ്ജറ്റ് PSC അവസരം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കും. കഴിവുള്ള ആളുകൾ തന്നെയാണ് പുറത്തു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ യൂത്ത് കുറവാണ്. അപ്പോൾ ജോലി അവസരം ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ യൂത്ത് ഒരുപാട് ഇവിടെ നിൽക്കും. അത് ഇന്ത്യക്ക് തന്നെയാണ് നല്ലത്. ഇനി അങ്ങോട്ട് പെട്രോൾ ഹൈക്സ് ആകുമ്പോൾ ഇത് റൈസ് ആകത്തേ ഉള്ളൂ. ഈ ഓരോ ജലത്തിൻ്റെ പിന്നെ പ്രൈസ് മുതൽ അവശ്യ സാധനങ്ങളുടെ പ്രൈസ് എല്ലാം. അപ്പോൾ അതിന് പുതിയ സർക്കാർ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ള പ്രതീക്ഷ എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ എങ്ങനെ സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത് ഈ ഇവിടുത്തെ യൂത്ത് ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്. കോഴിക്കോട് പിന്നെ ഒരു മെട്രോ മുമ്പ് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് കേന്ദ്രത്തിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു തീരുമാനം കൂടി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓൺട്രപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സ്കീംസ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ താല്പര്യം. PSCയിൽ കൃത്യമായിട്ടുള്ള നിയമനം നടക്കണം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ തന്നെ പുറത്താണല്ലോ നിൽക്കുന്നത്. അവർക്ക് വേഗം പ്ലേസ്മെന്റ് കിട്ടണം. ശുചിത്വത്തിന് കുറച്ചും പ്രാധാന്യം വേണം. ആരോഗ്യ മേഖലയ്ക്ക് കുറച്ചും കൂടി പുരോഗതി വേണമെന്നാണ്. കോഴിക്കോടിന് വികസനം നിർബന്ധമാണ്, പ്രത്യേകിച്ച് ഗതാഗത മേഖലയിൽ. മാവൂർ ഗോളി റയൺസിൻ്റെ പുനഃസ്ഥാപനം ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടുകയും ഒരുപാട് തൊഴിലാളികൾക്ക് ഒരു വരുമാനം ഉണ്ടാവുകയും അതോടൊപ്പം നാടിൻ്റെ ഒരു വികസനവും കൂടിയായിരുന്നു. സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തല്ലോ, അതുപോലെ കുറച്ച് ഡിസബിലിറ്റി ആയ ആൾക്കാർക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കോഴിക്കോടിനെ ഒരു IT ഹബ്ബാക്കി മാറ്റുമെന്നുള്ള രീതിയിലായിരുന്നു. കാരണം ഇവിടെ സൈബർ പാർക്ക് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലായിട്ട് ചേർന്ന് അവിടെ ഒരു മെൻ്റൽ ഹെൽത്ത് കോംപ്ലക്സും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വികസനങ്ങളൊക്കെയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഏത് രീതിയിലാണ് വരാൻ പോകുന്ന ബജറ്റുകളിൽ പ്രഖ്യാപനങ്ങളായിട്ട് മാറുന്നത് എന്നുള്ളത് അറിയാൻ കൗതുകമുണ്ട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന് പറയുന്ന പദവി കിട്ടിയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ടൂറിസം സെക്ടറുകളിലൊക്കെ ഡെവലപ്പ് ആവാൻ ചാൻസ് ഉള്ളതാണ്. ബട്ട് ഇന്നും നമ്മളെന്താണ് ഒരുപാട് ലിമിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ടർ ഒന്ന് അടിപൊളിയാക്കണം, ഒന്നും കൂടെ ഉഷാറാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമ്മൾ പോകുന്ന ഒരു രാജ്യാന്തര വാർത്തയിലേക്കാണ്. സമാധാനത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള ആദ്യ അമേരിക്ക-ഇറാൻ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കും. അന്തിമ കരാറിന് രൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കാണ് ഇതോടെ തുടക്കമാവുക. ധാരണാപത്രത്തിനെതിരെയുള്ള ഇസ്രായേൽ നിലപാടിനെ വിമർശിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തി. കരാർ ലംഘിച്ചാൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകും എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പ്രതികരിച്ചു. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കർ ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിംഗ്. ഈ പറഞ്ഞതുപോലെ ഒരു കരാറായി, സമാധാനമായി, ആശ്വാസമായി എന്ന് പറയുമ്പോഴും ഇനിയും പരിഹരിക്കപ്പെടാനുള്ള ചെറിയ ചെറിയ നൂലാമാലകളുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. നമുക്ക് കരാറായെങ്കിലും ഈ എല്ലാ മുന്നണികളും ഇപ്പോൾ ഈ വെടിനിർത്തലിൽ അതിനായിട്ട് പങ്കുചേരണമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപിന് പോലും വിശ്വാസമില്ല ഇസ്രയേൽ അല്ലെങ്കിൽ ലെബനൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള പോലുള്ള അവരുടെ വരും ദിവസങ്ങളിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്. അതോടുകൂടി കരാർ കാറ്റിൽ പറക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യയിലെ എല്ലാവരും അവരുടെ പ്രതിബദ്ധതകൾ പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്ക സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ ചർച്ചകൾ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന സാഹചര്യം എല്ലാ കക്ഷികളും ഒരുക്കി തരണം. പ്രത്യേകിച്ച് ലെബനൻ, ഹിസ്ബുള്ള, ഇസ്രായേൽ എന്നിവ ഉൾപ്പെടെ എല്ലാ മുന്നണികളും പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ അടുത്ത 60 ദിവസത്തിനുള്ളിൽ സ്ഥിരമായ ഒരു വെടിനിർത്തൽ കരാറിനായിട്ട് ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഈ കരാർ ലംഘിക്കുകയോ അല്ലെങ്കിൽ അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ഒക്കെ ചെയ്താൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് യുദ്ധസമയത്ത് അമേരിക്ക ചില തെറ്റായ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു. അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കനത്ത പ്രഹരം തന്നെ ലഭിക്കും. അതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഈ അമേരിക്ക-ഇറാൻ കരാറിന്റെ പേരിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചിരുന്നു ഇസ്രായേൽ സർക്കാർ, അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ. അവർക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ സർക്കാരിന്റെ ക്യാബിനറ്റിൽ താൻ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് ഏറ്റവും സൂപ്പർ പവറായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ആളിനെ ഒരിക്കലും വിമർശിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ഇല്ലായിരുന്നു എന്നാണ് വാൻസ് പറയുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപിൽ പരിപൂർണ വിശ്വാസം ഉണ്ടെന്നാണ് ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ അവരുടെ ഇസ്രായേലിന്റെ അംബാസിഡർ ഡാനോൺ പറഞ്ഞത്. അതേസമയം ഈ അമേരിക്ക-ഇറാൻ കരാറിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം തനിക്കുണ്ടായിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖൊമേനി പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് അതായത് ഇറാൻ പ്രസിഡന്റ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കരാറിന് അദ്ദേഹം അനുമതി നൽകിയതെന്നാണ് ഖൊമേനി വ്യക്തമാക്കുന്നത്. ഹാഷ്മി, കൃഷ്ണ. ഓക്കെ,
മധു കൊട്ടരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് അസമാധാന കരാറിന്റെ വിവരങ്ങൾ നൽകിയത്. അന്തിമ കരാറായി എന്ന് പറയുമ്പോഴും ഈ പറയുന്ന രീതിയിൽ ഇസ്രായേലിന്റെ നിലപാടെന്താകും? ലെബനോനിലോട്ട് ഇപ്പോഴും ഇന്നലെയൊക്കെ ആക്രമണം തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എഫക്റ്റീവ് ആവുമെന്ന് ട്രംപിന് തന്നെ വിശ്വാസ പ്രശ്നമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ സമാധാനം പുലരട്ടെ. ലോകം അതിനിടയിൽ കാൽപന്താവേശത്തിലാണ്. ഫിഫ ലോകകപ്പിൽ ഖത്തറിനെതിരെ കാനഡയുടെ ഗോൾ വർഷം. എതിരില്ലാത്ത 6 ഗോളിനായിരുന്നു ആതിഥേയരുടെ ജയം. ജൊനാഥൻ ഡേവിഡിന് ഹാട്രിക്ക്. 2 ഖത്തർ താരങ്ങൾക്ക് ചുവപ്പ് കാർഡ് കിട്ടുകയും ചെയ്തു. അസർ ബിൻ അസീസ് വേൾഡ് കപ്പ് ഡെസ്കിലും ചെയ്യുന്നു. അസർ, ഒരു 6 ഗോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദയില്ലാത്ത ഗോൾ പരിപാടിയെ പോയി. തീർച്ചയായും ഹാഷ്മി ക്രിസ്റ്റീന, ആതിഥേയരുടെ ആധിപത്യം കണ്ട ഒരു മത്സരമായിരുന്നു ഗ്രൂപ്പ് ബിയിലെ ഖത്തർ കാനഡ മത്സരം. 6 ഗോളുകളാണ് കാനഡ ഖത്തറിൻ്റെ വലയിലേക്ക് അടിച്ചുകൂട്ടിയത്. അതിൽ തന്നെ വേൾഡ് കപ്പിലെ 2ാമത് ഹാട്രിക് ഉണ്ടായിരിക്കുന്നു. ജൊനാഥൻ ഹാട്രിക് കണ്ടെത്തിയിരിക്കുന്നു. 3 ഗോളുകളാണ് ജൊനാഥൻ കാനഡയ്ക്ക് വേണ്ടി നേടിയത്. 2 ഖത്തർ താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താവുകയും ചെയ്തു. ജയത്തോടെ കാനഡ ഗ്രൂപ്പ് ബിയിൽ 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. 4 പോയിന്റുകളാണ് നിലവിൽ കാനഡയ്ക്കുള്ളത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ നേരത്തെ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെ 4-1 തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നേരത്തെ നടന്ന മറ്റൊരു മത്സരം ഗ്രൂപ്പ് എയിലെ ചെക്ക് റിപ്പബ്ലിക് അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക മത്സരമായിരുന്നു. ആ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം മെക്സിക്കോയുടെ സൗത്ത് കൊറിയ മെക്സിക്കോ മത്സരം ആരംഭിക്കുകയും ചെയ്യും. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന മത്സരം നാളെയാണ്. ബ്രസീൽ നാളെ 2ാം മത്സരത്തിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യും. ഹാഷ്മി ക്രിസ്റ്റീന. ഓക്കെ, അസർ ബിൻ അസീസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്, സ്പോർട്സ് ഡെസ്കിൽ നിന്നും അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഗംഭീരമായ കളികൾ മുന്നോട്ടൊക്കെ പോവാണ്. ഇപ്പോൾ ഇനി ബ്രസീലിന്റെ കളി നാളെയുണ്ട്. നെയ്മർ ഇല്ലായ്മ എങ്ങനെയാണ് ബ്രസീലിനെ ബാധിക്കുക നോക്കണം. ലോകകപ്പിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് ബ്രസീൽ നാളെ ഇറങ്ങുകയാണ്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഹെയ്ത്തിയാണ് ബ്രസീലിന്റെ എതിരാളികൾ. സൂപ്പർ താരം നെയ്മർ നാളെയും കളിക്കില്ല. ആദ്യ മത്സരത്തിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടി മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രസീൽ. മൊറോക്കോയുടെ സമനിലയിൽ കുരുങ്ങിയതോടെ ടീമിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടാതിരുന്ന മത്യൂസ് കുഞ്ഞ സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ എത്തിയേക്കും. നമ്പർ 10 റോളിൽ റഫീഞ്ഞയ്ക്കും വലത് വിങ്ങിൽ ലൂയിസ് ഹെൻറിക്കയ്ക്കുമാണ് സാധ്യത. യുവതാരങ്ങളായ എൻട്രിക്, റയാൻ എന്നിവർക്ക് അവസരം കിട്ടുമോ എന്ന് കണ്ടറിയണം. ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുക്കാത്ത സൂപ്പർ താരം നെയ്മർ നാളത്തെ മത്സരത്തിലും കളിക്കില്ല. നോക്കൌട്ട് സാധ്യതകൾ നിലനിർത്താൻ ബ്രസീലിന് ജയം അനിവാര്യമാണ്. ആദ്യ മത്സരത്തിലെ സമനില ആരാധകരെ നിരാശരാക്കിയെങ്കിലും നാളത്തെ പോരാട്ടത്തിൽ വലിയ വിജയത്തോടെ തിരിച്ചു വരാനാണ് ബ്രസീൽ ഒരുങ്ങുന്നത്. മറുവശത്ത് ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ അടിതെറ്റിയാണ് ഹെയ്ത്തി വരുന്നത്. സ്കോട്ട്ലൻഡിനെ വിറപ്പിച്ച ആക്രമണ ഫുട്ബോൾ തന്നെയാകും സെബാസ്റ്റ്യൻ മിഗ്നെയും സംഘവും കാനറികൾക്കെതിരെയും പുറത്തെടുക്കുക. ഇന്ത്യൻ സമയം നാളെ രാവിലെ 6 മണിക്ക് ഫിലാഡൽഫിയയിലാണ് മത്സരം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ഇന്നലെ ഈ പത്തനംതിട്ട ഓമല്ലൂരിലെ ആ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ വാർത്ത പറഞ്ഞു. അതിന്റെ കീഴിലുള്ള സ്നേഹത്തണൽ വൃദ്ധസദനത്തിലെ കൂടുതൽ ക്രൂരതകളുടെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കട്ടപ്പന സ്വദേശിയായ കുട്ടിയെ കൂടാതെ സ്ഥാപനത്തിലുണ്ടായിരുന്ന വേറൊരു കുട്ടിയോടും സമാനമായ ക്രൂരതകൾ. കോട്ടയം സ്വദേശിയായ 17-കാരനെ ഉപദ്രവിച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. കട്ടപ്പന സ്വദേശിയായ കുട്ടിയുടെ പരാതിയിൽ സ്ഥാപനത്തിലെ മാനേജർക്കും ജീവനക്കാർക്കുമെതിരെ കേസെടുത്തു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഷിജോ കുര്യൻ ചെയ്യുന്നു. ഷിജോ, അപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, അത് അവിടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഈ പറയുന്ന എന്തോ ധ്യാനകേന്ദ്രം എന്നൊക്കെ പറയുകയും ചെയ്തത് ക്രൂരതയാണ് എന്നല്ലേ മനസ്സിലാവുന്നത്? ഹാഷ്മി ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇതൊക്കെ ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് എടുത്തു പറയേണ്ടത്. പൊതുസമൂഹം അവരെയൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുക കൂടി ചെയ്യണം എന്നുകൂടി പറഞ്ഞു തുടങ്ങുകയാണ്. എന്തായാലും അങ്ങേയറ്റം ക്രൂരതയുടെ വിവരങ്ങളാണ് എലോഹിം വർഷിപ്പ് സെൻ്ററിന് കീഴിലുള്ള സ്നേഹത്തണൽ എന്ന് പറയുന്ന അഗതി മന്ദിരത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അവിടെ ഈ മാതാപിതാക്കളെ, മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ, പ്രായമായവർ, ആരും നോക്കാനില്ലാത്തവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന രീതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരെ നോക്കാനായിട്ടൊക്കെ ഇവർ ഈ പറഞ്ഞ പല
സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരെ അവിടെ കൊണ്ടുവരും. അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് പഠിപ്പിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്താണ് കൊണ്ടുവരുന്നത്. പക്ഷേ അവരെ പഠിപ്പിക്കുന്നുമില്ല, ഒരു കാര്യവും ചെയ്യില്ല. അവരെ അങ്ങേയറ്റം ക്രൂരതകൾക്ക് അവിടെ വിധേയമാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വിവരം. കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇടുക്കി കട്ടപ്പന അണക്കര സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരനെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ആ കുട്ടിയെ ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ കഴിയാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വിവരമൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ സംഭവത്തിൽ എന്തായാലും കട്ടപ്പന പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റ് വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്ത് കോട്ടയം സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരനും അണക്കര സ്വദേശിയായ 17 വയസ്സുകാരൻ നേരിട്ടതുപോലെ തന്നെയുള്ള ക്രൂരതകൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു. സ്നേഹത്തണലിൽ ഇന്നലെ അവിടുത്തെ ഓമലൂർ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ചെന്നൈക്കര പഞ്ചായത്തിൻ്റെയും ഒക്കെ ബന്ധപ്പെട്ട അധികൃതർ വന്ന് പരിശോധനയൊക്കെ നടത്തിയതാണ്. അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് കഴിക്കാൻ ഭക്ഷണം പോലും കൃത്യസമയത്ത് കൊടുക്കാറില്ല. എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് മറുത്ത് ആവശ്യപ്പെട്ടാൽ അവർക്ക് പഴകിയ ഭക്ഷണം കൊടുക്കുക. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ദിവസങ്ങളോളം ഈ 2 കുട്ടികളെയും കട്ടിലിൽ കെട്ടിയിട്ടു എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിരുന്നു. അതിഭീകരമായിട്ടുള്ള ഉപദ്രവം ആ കുട്ടികൾ നേരിടേണ്ടി വന്നു. പുറത്തും കൈക്കും കാലിനുമൊക്കെ ചൂരലുകൊണ്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും കട്ടപ്പന പോലീസ് ഈ പറയുന്ന 17 വയസ്സുകാരൻ്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് കൂടി മറ്റൊരു കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തത്. ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള റെജി, അതുപോലെ തന്നെ ബെന്നി, സിജോ എന്ന് പറയുന്ന 3 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ട്. ആ ബെന്നി വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്റർക്കെതിരെ നിലവിൽ എന്തായാലും കേസ് എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പങ്ക് കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഈ പറയുന്ന ബിനു പാസ്റ്റർ വാഴമുട്ടം എന്ന് പറയുന്നയാൾ ഈ കുട്ടികൾക്ക് പഠിക്കാൻ വാഗ്ദാനം ചെയ്യുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൂടി പ്രതി ചേർക്കുന്ന കാര്യമടക്കം പോലീസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി ബിന്ദു കൃഷ്ണ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറോട് ഈ സംഭവം അന്വേഷിച്ചുകൊണ്ട് വളരെ വേഗം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ അന്വേഷണം കൂടി നടക്കുകയാണ്. അന്വേഷണം കഴിയുന്ന മുറയ്ക്കായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. എന്തായാലും ഈ പറയുന്ന എലോഹിം വർഷിപ്പ് സെന്റർ, അതിൻ്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള സ്നേഹത്തണൽ, ഇവിടെ കഴിയുന്ന ആളുകൾ അങ്ങേയറ്റം ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും വിധേയമാകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ഓരോ മണിക്കൂറിലും പുറത്തു വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. എന്തായാലും ഈ ഇടുക്കിയിലെ 17-കാരന് പിന്നാലെ മറ്റൊരു കുട്ടി കൂടി സമാനമായിട്ടുള്ള ക്രൂരതകൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഹാഷ്മി, ക്രിസ്റ്റീന. ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവും ക്രൂരതകൾ അല്ലേ? അതെ, ഈ പഴയ ഭക്ഷണം കൊടുക്കാനും ഇതുപോലെ മർദ്ദിക്കാനും ആണെങ്കിൽ എന്തിനാണ് പല ഭാഗത്തു നിന്ന് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഉണ്ടാവട്ടെ, കൂടുതൽ ആഴത്തിലെ വിശദമായ അന്വേഷണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ, ആരൊക്കെ അങ്ങനെ ഉപദ്രവത്തിന് ഇരയായിട്ടുണ്ട്, വളരെ വിശദമായ അന്വേഷണം നടക്കട്ടെ. ഏതൊക്കെ കേന്ദ്രങ്ങൾ അങ്ങനെ നടക്കുന്നു എന്നതുകൂടി അന്വേഷിക്കട്ടെ. സംസ്ഥാനത്ത് ആശങ്ക ഉണർത്തുക തന്നെയാണ് ഷിഗല്ല. പുതിയതായി 19 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചു. പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഈ വർഷത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 186 ഉയർന്നു. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്നും ചേരുകയാണ്. അജി, ഗുഡ് മോർണിംഗ്. ഈ കണക്കുകൾ ഒരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ക്രിസ്റ്റീന. ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. വലിയ തലത്തിലുള്ള ആശങ്ക ഈ എണ്ണം വർധന മൂലം ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 83 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തതും കോഴിക്കോട് ജില്ലയിലാണ്. ഈ വർഷത്തെ ആകെ രോഗബാധയുടെ എണ്ണമെന്ന് പറയുന്നത് സംസ്ഥാനമൊട്ടാകെ 186 പേർക്കാണ് ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജൂണിൽ മാത്രം രോഗബാധത്തിൻ്റെ തോതിൽ ഉയർന്ന ഒരു എണ്ണമാണ് രേഖപ്പെടുത്തിയത് എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഒരു വശത്തൂടെ നടക്കുമ്പോൾ ഈ രോഗബാധിതരുടെ എണ്ണം കൂടുന്നത് വലിയ തലത്തിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിൽ 2 പേരാണ് ഈ ഷിഗല്ല രോഗം ബാധിച്ച് ഈ മാസം മരണപ്പെട്ടതും. അതും വലിയ തലത്തിലുള്ള ആശങ്ക ഉളവാക്കുന്നുണ്ട്. എന്തായാലും ഈ ഷിഗല്ല രോഗ വ്യാപനമുള്ള മേഖലകളിൽ ആരോഗ്യവകുപ്പിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 43 വയസ്സുകാരനായ നിപ്പ രോഗബാധിതനും ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. 104 പേരുടെ സമ്പർക്ക പട്ടികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരും ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. നിലവിൽ 3 പേർ മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ക്രിസ്റ്റീന, കാശ്മീർ. അതിനിടയിൽ അജീവ്, ഈ നിപ്പ രോഗബാധയുടെ നിലയിൽ ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടോ? അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് ആശങ്ക പറയുമ്പോഴും പുതിയ നിപ്പ കേസുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതും സമാധാനമാണ്. തീർച്ചയായിട്ടും ഹാഷ്മി, പുതിയ നിപ്പ കേസുകൾ ഉണ്ടാകുന്നില്ല. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഈ 43-കാരൻ്റെ ആരോഗ്യനിലയിൽ ഒരു മാറ്റവുമില്ല. ഇപ്പോഴും അദ്ദേഹം
വെന്റിലേറ്ററിൽ കഴിയുകയാണ് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 104 പേരുടെ സമ്പർക്ക പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത്. ആ 104 പേരിൽ 45 പേർ ആരോഗ്യ പ്രവർത്തകരായിരുന്നു. അദ്ദേഹത്തെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകരാണ്. എന്നാൽ ഇവരുടെ എല്ലാം പരിശോധന നെഗറ്റീവാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഏറ്റവും ഒടുവിലായ ആരോഗ്യവകുപ്പ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകൾ ഒന്നും തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ 43-കാരൻ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഓക്കെ, അജയ് കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്നും വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിലെ ED ചോദ്യം ചെയ്യൽ തുടരുകയാണ്. CMRL ഉദ്യോഗസ്ഥർ ഇന്നും എത്തും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ ആനന്ദപ്പണിക്കർ ഇന്ന് ഹാജരായേക്കും. CMRLുമായി ബന്ധപ്പെട്ട 3 പേരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 9 പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണാറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകളുടെ പൂർണ്ണ വിവരങ്ങൾ ഇന്ന് EDക്ക് ലഭിക്കും. 134 രേഖകളാണ് ലഭിക്കുക. വിവാദങ്ങൾക്കിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. 21-ന് ചേരുന്ന ജനറൽ ബോഡി യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഈ യോഗം. മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രധാന അജണ്ട. കൂടാതെ വിവിധ വിഷയങ്ങൾ ഇന്നത്തെ കമ്മിറ്റിയിൽ ചർച്ചയാകും. അൻസിബ ഹസൻ നൽകിയ പരാതിയും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ജനറൽ ബോഡിക്ക് മുൻപായുള്ള വാർഷിക റിപ്പോർട്ട് തയ്യാറാകാത്തത് വിവാദമായിരുന്നു. ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇതിൽ തീരുമാനമുണ്ടായേക്കും. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. 20-ന് വൈകിട്ട് 5 മണി വരെയാണ് ജിതിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. സ്ക്രീൻഷോട്ട് നിർമ്മിക്കാൻ മൊബൈൽ ഫോൺ കൂടാതെ മറ്റെന്തെങ്കിലും ഉപകരണം ജിതിന് ഉപയോഗിച്ചിട്ടുണ്ടോ, ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ജിതിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത്. ഗ്രാമീണ മേഖലയിലെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളങ്ങളാണ് വായനശാലകൾ. 5 വായനശാലകളുടെ നിറവുള്ള ഒറ്റപ്പാലം വാണിയംകുളം മാന്നന്നൂർ ഗ്രാമത്തിന് ഇന്ന് അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. വായന മരിക്കില്ലെന്ന സന്ദേശവുമായി തല ഉയർത്തി നിൽക്കുന്ന ഈ വായനശാലകളുടെ വിശേഷങ്ങളിലേക്ക്. പച്ചവിരിച്ച നെൽപ്പാടങ്ങൾക്ക് നടുവിലായി തലയുയർത്തി നിൽക്കുന്ന 5 അക്ഷര കേന്ദ്രങ്ങൾ. നിത്യവും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും യുവാക്കളും ഉൾപ്പെടെ വായനയുടെ വേരുകൾ തേടിയെത്തുന്ന ഇടങ്ങൾ. മാന്നന്നൂർ മഹാത്മാജി ഗ്രാമീണ വായനശാല, നിള വായനശാല, ഗ്രാമോദയ വായനശാല, വെള്ളിയാട് ഉദയ ഗ്രാമീണ വായനശാല, ത്രാങ്ങാലി വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാല, പതിറ്റാണ്ടിന്റെ ഗ്രാമീണ വായനശാലകളാണ് ഇവയഞ്ചും. കുറെ കാലപ്പഴക്കങ്ങൾ ചെന്നൊരു വായനശാലയാണ് ഇവിടെ. ഇപ്പോഴും നിത്യവും ഇപ്പോഴും നമ്മുടെ ഇവിടെ ആളുകൾ വരാറുണ്ട്. കുട്ടികളുടേതായാലും സ്ത്രീകളുടെ ആയാലും എല്ലാവരും നല്ലൊരു സപ്പോർട്ടുള്ള ഒരു വായനശാലയാണിത്. ലൈബ്രറി കൗൺസിലിന്റെ A ഗ്രേഡ് പദവി മുതൽ C ഗ്രേഡ് പദവി വരെ നേടിയ ഗ്രാമീണ വായനശാലകളാണ് ഇവ. നിളയൊഴുകും വഴിയിലെ ഈ ഗ്രാമം ഈ വായനാ ദിനത്തിലും പ്രതിജ്ഞ ആവർത്തിക്കുന്നു. വായന മരിക്കുന്നില്ല. 24 പാലക്കാട്. ഇന്ന് വായനാ ദിനമാണ്. വിദ്യാർത്ഥികളിൽ വായന പ്രോത്സാഹിപ്പിക്കാൻ ഉറവ് എന്ന പദ്ധതിയുമായി കാസർഗോഡ് ബദിയടുക്ക പെരഡാലയിലെ നവജീവൻ HSS വായന പരിപോഷണ പരിപാടിയായ വിദ്യാർത്ഥികളും ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. സ്കൂളിലെ മലയാളം ഭാഷാ അധ്യാപകർ മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. കാസർഗോഡ് ബദിയടുക്കയിലെ പെരഡാല നവജീവൻ HSSലെത്തിയാൽ വായനയുടെ ഉറവ് കിനിഞ്ഞിറങ്ങുന്നത് കാണാം. അവധിക്കാലത്ത് വിദ്യാർത്ഥികളെ വായനാലോകത്തെത്തിക്കാൻ സ്കൂളിലെ മലയാളം ഭാഷാധ്യാപകർ മുൻകൈയെടുത്താണ് പദ്ധതി തുടങ്ങിയത്. അവധിക്ക് തൊട്ടു മുൻപായി കുട്ടികൾക്ക് പുസ്തക കിറ്റ് നൽകും. അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം എത്ര വേണമെങ്കിലും വായിക്കാനെടുക്കാം. അവധി കഴിഞ്ഞെത്തുമ്പോൾ വായനാക്കുറിപ്പ് നിർബന്ധം. അവധിക്കാലത്തെ വായനയ്ക്ക് ശേഷം ഈ കുട്ടികളത് തിരിച്ചേൽപ്പിക്കുന്നു. ഈ ജൂൺ മാസം തിരിച്ചേൽപ്പിക്കുന്നതോട് കൂടിയിട്ട് അവർ ഓരോരുത്തരും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചിട്ട് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാവും. ഈ ആസ്വാദനക്കുറിപ്പിന് നല്ല ആസ്വാദനക്കുറിപ്പിന് സമ്മാനം കൊടുക്കും. അങ്ങനെ ജൂൺ 19 നമ്മൾ വായനാ വാരം ആരംഭിക്കുന്നത് എപ്പോഴും ഈ ആസ്വാദനക്കുറിപ്പിന് സമ്മാനം കൊടുത്തുകൊണ്ടായിരിക്കും. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഈ വിദ്യാലയത്തിൽ ഉറവ് പദ്ധതി നടത്തുന്നുണ്ട്. ഇതോടെ കുട്ടികൾക്കും വായന ഹരമായി. 8ാം ക്ലാസ്സിൽ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്.
പുസ്തകങ്ങൾ എടുത്തു തുടങ്ങി. അതിനുശേഷം ലൈബ്രറി ബുക്സിനോട് ഒരു അട്രാക്ഷൻ പോലെയാണ്. മാഷന്മാർ പുസ്തകം എടുക്കാൻ പറയും, ലൈബ്രറിയിൽ പോയി. അപ്പോൾ അവധിക്കാലത്ത് വായിക്കാൻ പറ്റുമായിരുന്നു. ഉറവിനായി ഓരോ കുട്ടികൾക്കും പ്രത്യേക ഫയൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ വായനാനുഭവം രേഖപ്പെടുത്തുന്നു. വായനാ വാരത്തോടനുബന്ധിച്ച് മികച്ച കുറിപ്പുകൾ സ്കൂളിൽ വായിക്കും. അവധി കഴിഞ്ഞെത്തുമ്പോൾ എടുത്തതിലും അധികം പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് സംഭാവനയായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. 24 കാസർഗോഡ്. നീറ്റ് UG പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ടെലഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെയുള്ള ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ പ്ലാറ്റ്ഫോമാണ് ടെലിഗ്രാം എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. അതേസമയം പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് SFI ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. വിനിത വിജി വിവരങ്ങൾ ചേർന്നു. വിനിത, ചെറുതല്ലാത്ത വാദങ്ങൾ ഈ ടെലഗ്രാം നിരോധനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉണ്ടായതാണ്. ഇന്നത്തെ വിധി പല രീതിയിൽ നിർണായകമാണ്. വിനിത, തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ചെറുതല്ലാത്ത വാദങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ടെലിഗ്രാമിനെതിരെ ഉണ്ടായത്. ടെലിഗ്രാം ഒരു ഡാർക്ക് വെബാണെന്നും ഒപ്പം തന്നെ ഈ ഭീകരവാദികളുടെയും ഒപ്പം ഈ കുറ്റകൃത്യം ചെയ്യുന്നവരുടെയും ഒക്കെ ഒരു ഹബ്ബായി ടെലിഗ്രാം മാറിയിരിക്കുന്നു എന്നുമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തടക്കം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില മുന്നറിയിപ്പുകൾ ടെലിഗ്രാമിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ ടെലിഗ്രാമിലൂടെ നടക്കുമ്പോഴും അവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാനോ ആ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്നും പരീക്ഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ആശങ്ക സംബന്ധിച്ച് അവർക്കൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ ടെലിഗ്രാമിന് വിലക്കേർപ്പെടുത്തിയതെന്നുമാണ് ഇന്നലെ കോടതിയിൽ കേന്ദ്ര സർക്കാർ വാദിച്ചത്. പക്ഷെ അതേസമയം ഒരാൾക്ക് ഒരു പരിഗണന നൽകുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്ന് ഇന്നലെ കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ ടെലിഗ്രാമിനെതിരെ ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ ടെലിഗ്രാമിലൂടെ ചോർന്ന ഈ ചോദ്യപേപ്പറുകൾ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ചോദ്യപേപ്പറുകളല്ല എന്നും അത് ഒറിജിനൽ ചോദ്യപേപ്പർ അല്ല എന്നുമൊക്കെയാണ് ടെലിഗ്രാമും വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തേജസ് കറിയുടെ ബെഞ്ച് ഇന്ന് രാവിലെ 10:30 ഈ ഹർജിയിന്മേൽ വിധി പറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ 7 മണിവരെ ഇരു കക്ഷികൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് നൽകാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നൽകണമെങ്കിൽ അത് നൽകാമെന്നൊക്കെ തന്നെ കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ ടെലിഗ്രാം നൽകിയിരിക്കുന്ന ഹർജിയിന്മേൽ കോടതിയുടെ ഒരു നിർണായക തീരുമാനം എന്താണ് എന്ന് ഇന്ന് അറിയാൻ കഴിയും. അതേസമയം പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFIയുടെ ഇന്ന് പ്രതിഷേധ മാർച്ച് കൂടി ഡൽഹിയിൽ നടക്കുകയാണ്. ഏതാണ്ട് 500-ലധികം വിദ്യാർത്ഥികൾ ആ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പിളർപ്പ് ഇന്ന് പൂർത്തിയാകും. ശിവസേനയുടെ സ്ഥാപക ദിനമായ ഇന്ന് സഞ്ജയ് ജാദവിന്റെ നേതൃത്വത്തിൽ വിമതർ ഷിൻഡെ വിഭാഗത്തിൽ ലയിക്കുന്നതായുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ യോഗം ചേർന്ന വിമതർ ലോക്സഭയിൽ ഷിൻഡെ വിഭാഗത്തിന് അടുത്ത് ഇരിപ്പിടം അനുവദിക്കണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. മുംബൈയിലെ ഷൺമുഖാനന്ദ ഹാളിൽ ഇന്ന് നടക്കുന്ന പാർട്ടി സ്ഥാപക ദിന ആഘോഷ ചടങ്ങിൽ ഉദ്ധവ് താക്കറെ ഭാവി നീക്കങ്ങൾ പ്രഖ്യാപിക്കും. TMC വിമതരുടെ NCPI ലയനത്തിൽ TMC ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 5 മണിക്കാണ് കൂടിക്കാഴ്ച. ഇരുപക്ഷത്തെയും കേട്ട ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് സ്പീക്കറുടെ നീക്കം. കേന്ദ്ര നിയമ മന്ത്രാലയത്തിൽ നിന്നും സ്പീക്കർ നിയമോപദേശം തേടിയിട്ടുണ്ട്. അതേസമയം മമതാ ബാനർജിക്കൊപ്പം 20 വർഷത്തിലേറെ ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ നീക്കിയതിൽ പ്രതിഷേധം ശക്തമാണ്. BJP സർക്കാരിന്റെ പ്രതികാര നടപടിയെന്ന് തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി ആരോപിച്ചു. എന്നാൽ മമതയ്ക്ക് സ്വയം സുരക്ഷാ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാൻ സാധിക്കില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടങ്ങും. കാവേരിക്ക് കുറുകെ മെക്കതൊട്ടു അണക്കെട്ട് നിർമ്മിക്കാനുള്ള കർണാടക സർക്കാർ നീക്കത്തിനെതിരെ സഭയിൽ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് പ്രമേയം അവതരിപ്പിക്കും. അണക്കെട്ടിന് അനുമതി നൽകരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. തുടർന്ന് നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച നടക്കും. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിക്കുമെന്നാണ് സൂചന. ഇന്നലെ കറുപ്പ് ബാഡ്ജ് ധരിച്ചെത്തിയ പ്രതിപക്ഷ MLA-മാർ സഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. തമിഴ് തായ്വാഴ്ത്തിനൊപ്പം ദേശീയഗാനം സഭയിൽ 2 തവണ ആലപിച്ചതും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും. 23-നാണ് സഭ പിരിയുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറയുക.
കേസുമായി തനിക്ക് ബന്ധമില്ല, ഓൺലൈൻ ലോൺ ആപ്പുകളിലെ ഭീഷണിയാണ് നിതിന്റെ മരണത്തിന് കാരണമായത് തുടങ്ങിയ വാദങ്ങളാണ് ഡോക്ടർ റാം കോടതിയിൽ ഉന്നയിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് എതിർത്തിരുന്നു. കേസെടുത്തതിന് ഒളിവിൽ പോയ ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ നേരത്തെ തലശ്ശേരി സെഷൻസ് കോടതി തള്ളിയിരുന്നു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച് UAE. കുട്ടികൾ ലോഗിൻ ചെയ്യാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കുന്ന ആദ്യ അറബ് രാജ്യമാണ് UAE. ഇന്ന് ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് UAE നിർണായക തീരുമാനം കൈക്കൊണ്ടത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി വിലക്കി. കുട്ടികൾ സ്വന്തമായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇതിനുള്ള സൗകര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ബ്ലോക്ക് ചെയ്യണം. മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് തടയാൻ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 വർഷത്തിനകം നിർദ്ദേശം പാലിക്കാൻ ആവശ്യമായ എല്ലാ മാറ്റങ്ങളും വരുത്തണം. മാതാപിതാക്കളുടെ സമ്മതപ്രകാരവും കുട്ടികൾക്ക് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സ് ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കാനാകില്ല. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ നിയന്ത്രണം നടത്തുന്ന ആദ്യ അറബ് രാജ്യമാണ് UAE. UK, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കിയ മാതൃക UAE വിശദമായി പഠിച്ചിരുന്നു. ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി നിയമം ശക്തമാക്കും. അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളുടെ ശാരീരിക, മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് വിവിധ പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള സാമ്പത്തിക ചൂഷണത്തിന് കുട്ടികളെ ലക്ഷ്യമിടുന്നതും വർദ്ധിച്ചു വരികയാണ്. 24 ദുബായ്. ബറാക്ക ആണവ നിലയത്തിന്റെ പ്രവർത്തനങ്ങളുടെയും സുരക്ഷയുടെയും മേൽനോട്ടം ശക്തമാക്കി UAE. ഫെഡറൽ അതോറിറ്റി ഫോർ ന്യൂക്ലിയർ റെഗുലേഷൻ ഡയറക്ടർ ആണവ നിലയം സന്ദർശിച്ചു. റെസിഡന്റ് ഇൻസ്പെക്ടർമാരുമായും കൂടിക്കാഴ്ച നടന്നു. 2 ആഴ്ച മുൻപ് ബറാക്ക ആണവ നിലയം ഇറാൻ ആക്രമണത്തിനിരയായിരുന്നു. അതിനുശേഷമാണ് ഹമദ് അൽ കാബിയെ ഫെഡറൽ അതോറിറ്റി ഫോർ ന്യൂക്ലിയർ റെഗുലേഷന്റെ ഡയറക്ടർ ജനറലായി നിയമിച്ചത്. ചുമതലയേറ്റ ശേഷം ഹമദ് അൽ കാബി ആദ്യമായി ബറാക്ക ആണവ നിലയം സന്ദർശിച്ചു. ബറാക്കയിലെ 4 യൂണിറ്റുകളുടെയും പ്രവർത്തനത്തെക്കുറിച്ചുള്ള സമഗ്ര വിലയിരുത്തൽ നടന്നു. ഇന്ധനം നിറയ്ക്കൽ തടസ്സങ്ങൾ, അറ്റകുറ്റപ്പണികൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. UAEയുടെ ആണവോർജ്ജ പദ്ധതിയുടെ സുരക്ഷിതവും സമാധാനപരവുമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് FANR പ്രതിജ്ഞാബദ്ധമാണെന്ന് ഹമദ് അൽ കാബി വ്യക്തമാക്കി. പ്ലാന്റിലെ ആക്രമണത്തിന് ശേഷമുണ്ടായ പുനർനിർമ്മാണം അദ്ദേഹം പരിശോധിച്ചു. UAEയുടെ ആണവ നിയന്ത്രണ പ്രവർത്തന സംവിധാനങ്ങളുടെ ശക്തിയും പ്രതിരോധശേഷിയും വലുതാണെന്നും ഹമദ് അൽ കാബി പറഞ്ഞു. ബറാക്ക ആണവ നിലയത്തിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന FANRന്റെ 8 റെസിഡന്റ് ഇൻസ്പെക്ടർമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇവരുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. 24 ദുബായ്. അപ്പോൾ ലോക മത്സരങ്ങൾ അങ്ങനെ പുരോഗമിക്കുമ്പോൾ ചർച്ചയാവുന്നത് ഫിഫയുടെ പുതിയ പരീക്ഷണമായ ഹൈഡ്രേഷൻ ബ്രേക്കാണ്. വടക്കൻ അമേരിക്കൻ നഗരങ്ങളിലെ വലിയ ചൂട് മറികടക്കാൻ താരങ്ങളെ സഹായിക്കാനാണ് ഇടവേളയെന്നാണ് ഫിഫയുടെ വിശദീകരണം. എന്നാൽ ഹൈഡ്രേഷൻ ബ്രേക്കിൽ താരങ്ങളും പരിശീലകരും ആരാധകരുമെല്ലാം 2 തട്ടിലാണ്. 45 മിനിറ്റ് വീതമുള്ള 2 പകുതി. ഫുട്ബോളിന്റെ നമ്മൾ കണ്ടു ശീലിച്ച ഫോർമാറ്റ് ഇതാണ്. എന്നാൽ ഫലത്തിൽ 4 ക്വാർട്ടറിലായി 90 മിനിറ്റിനെ വിഭജിക്കുന്നതാണ് ലോകകപ്പിലെ പുത്തൻ പരീക്ഷണമായ ഹൈഡ്രേഷൻ ബ്രേക്ക്. ഓരോ പകുതിയിലും മത്സരം 22 മിനിറ്റ് ആകുമ്പോൾ നിർബന്ധിത ഇടവേള. സമയം 3 മിനിറ്റ്. 20 സെക്കൻഡ് കഴിയുമ്പോൾ മത്സരം സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾക്ക് വേണമെങ്കിൽ പരസ്യം നൽകാം. മത്സരം പുനരാരംഭിക്കുന്നതിന് 30 സെക്കൻഡ് മുൻപ് പരസ്യം അവസാനിപ്പിക്കണം. മിക്ക ചാനലുകളും പരസ്യം നൽകുന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിലെ ദൃശ്യങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ചുരുക്കം ചില ചാനലുകളുമുണ്ട്. കണ്ടുശീലിച്ച കാഴ്ചാനുഭവങ്ങൾക്ക് പൊടുന്നനെ വന്ന മാറ്റം എന്നതിനപ്പുറം കളിയുടെ ഒഴുക്ക് തന്നെ കളയുന്നു ഈ ഇടവേള എന്നാണ് ഉയരുന്ന വിമർശനം. പണവും പരസ്യവുമാണ് ഫിഫയുടെ ലക്ഷ്യമെന്നും ചിലർ പറയുന്നു. എതിർപ്പുന്നയിക്കുന്നവരിൽ ഡച്ച് നായകൻ വിർജിൽ വാൻ ദേക്ക് വരെയുണ്ട്. അറ്റ്ലാന്റയിലെയും ഡാലസിലെയും ഹൂസ്റ്റണിലെയും ശീതീകരിച്ച സ്റ്റേഡിയങ്ങളിൽ എന്തിനാണ് ഹൈഡ്രേഷൻ ഇടവേള എന്ന് ചോദിക്കുന്നു ആരാധകർ. എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്. താരങ്ങളുടെ റീഹൈഡ്രേഷനൊപ്പം പരിശീലകർക്ക് തന്ത്രം മെനയാനും ടീമിന് താളം കണ്ടെത്താനുമെല്ലാം ഇടവേള സഹായിക്കുമെന്ന് അനുകൂലികൾ പറയുന്നു. 3 മിനിറ്റിൽ കൂടുതൽ സമയം അനുവദിക്കണം എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. ലോകകപ്പിൽ ഹൈഡ്രേഷൻ ബ്രേക്ക് ഇതാദ്യമായല്ല. 2014 ബ്രസീൽ ലോകകപ്പിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നിർബന്ധിതമായിരുന്നില്ല ഇടവേള. താപനില 32 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാൽ മെഡിക്കൽ സംഘം ആവശ്യപ്പെടുന്നതിനനുസരിച്ചായിരുന്നു തീരുമാനമെടുത്തത്. പ്രീ ക്വാർട്ടറിലെ നെതർലൻഡ്സ് മെക്സിക്കോ മത്സരത്തിലായിരുന്നു
2 തവണയായി ഇങ്ങനെ ഇടവേളയെടുത്തത്. അമേരിക്കയിൽ കഴിഞ്ഞ വർഷം നടന്ന ക്ലബ്ബ് ലോകകപ്പിലുമുണ്ടായി ഹൈഡ്രേഷൻ ബ്രേക്ക്. ഫുട്ബോളിന്റെ അമേരിക്കാവൽക്കരണം എന്നതടക്കം ഉയർന്ന വിമർശനങ്ങളോട് ഫിഫ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇനിയങ്ങോട്ട് ലോകകപ്പുകളിൽ ഇത് തുടരുമോ എന്നും വ്യക്തമല്ല. പക്ഷേ ടെലിവിഷനിൽ മത്സരം കാണുന്ന കേരളത്തിലെ അടക്കം കാൽപന്താരാധകർക്ക് രസം കൊല്ലിയും സമയം കൊല്ലിയുമാണ് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നതിൽ സംശയമില്ല. വേൾഡ് കപ്പ് ഡെസ്ക് 24. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ കെ ജെ റീനയുടെ സ്ഥലം മാറ്റം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിൽ. നിയമവശങ്ങൾ പരിശോധിച്ചതിനു ശേഷം മേൽക്കോടതിയെ സമീപിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ്. ഡോക്ടർ കെ ജെ റീനയ്ക്ക് ഇനിയും കാലാവധി ഉള്ളതിനാൽ മേൽക്കോടതിയിലും തിരിച്ചടി ലഭിക്കുമോ എന്ന ആരോഗ്യവകുപ്പിന് ആശങ്കയുണ്ട്. റിനു ശ്രീധർ വിവരങ്ങൾ ചേർന്നു. റിനു, അപ്പോൾ അത് കൃത്യമായ തിരിച്ചടിയാണ്. പ്രതിരോധത്തിലാവുന്നത് മാത്രമല്ല, ഈ പകർച്ചവ്യാധി പ്രതിരോധ സമയത്ത് വല്ലാത്തൊരു ഒരു അങ്കലാപ്പിലേക്ക് കാര്യങ്ങളെ കൊണ്ട് സർക്കാർ എത്തിക്കുകയും ചെയ്യുന്നു. റിനു, തീർച്ചയായും ഹാഷ്മി, ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കെതിരെയുള്ള നടപടി, ആ നടപടിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഇന്നലെ വിധി അല്ലെങ്കിൽ ആ വിധി നടപടി സ്റ്റേ ചെയ്തുകൊണ്ടൊരു വിധി പുറപ്പെടുവിച്ചത്. ഇത് വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ആരോഗ്യവകുപ്പിനെ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം LDF നിയമിച്ച ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ മാറ്റുന്ന ഒരു നടപടിയിലേക്ക് പോയി. 15 ദിവസത്തെ അവധി അപേക്ഷ നൽകിയത് എന്നുള്ളതാണ് ഈ കെ ജെ റീനയെ സ്ഥലം മാറ്റുന്നതിലേക്കുള്ള കാരണമായി ആദ്യഘട്ടത്തിൽ ഉത്തരവിൽ സൂചിപ്പിച്ചത്. പിന്നീട് അത് അങ്ങനെയല്ല, 2.5 ദിവസം മാത്രമാണ് അവർ അപേക്ഷിച്ചത് എന്നുള്ളത് കെ ജെ റീനെ തന്നെ തെളിവ് സഹിതം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആ ഉത്തരവ് തിരുത്തി ഇവരുടെ കാലാവധി കഴിഞ്ഞതിനാലാണ് ഈ ഒരു സ്ഥലം മാറ്റം എന്നുള്ളതാണ് പ്രഖ്യാപിച്ചത്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയമ ഉപദേശം ലഭിച്ചതിന് ശേഷം മാത്രം മതി മേൽക്കോടതിയെ സമീപിക്കൽ എന്നുള്ളതാണ്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് മേൽക്കോടതികൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായെങ്കിൽ പോലും വിശദമായിട്ടുള്ള നിയമോപദേശം തേടിയതിനു ശേഷം ഈ മേൽക്കോടതിയെ സമീപിച്ചാൽ മതി, അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. കെ ജെ റീനയ്ക്ക് ഇനിയും കാലാവധി ഉണ്ട്. അതുകൊണ്ട് വലിയ തിരിച്ചടി മേൽക്കോടതികളിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കൂടി ഇടപെട്ടതോടുകൂടി വലിയ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പ് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി. കോട്ടയം മെഡിക്കൽ കോളേജിൽ എബോള സംശയമുള്ള പല സ്വദേശികളുടെ നിരീക്ഷണത്തിൽ തുടരുന്നു. സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാൻ 2 ദിവസം കൂടി എടുക്കും എന്നാണ് സൂചന. എന്നാൽ ഇവർക്ക് മറ്റ് ലക്ഷണങ്ങളൊന്നും നിലവിൽ കാണിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ടോബി ജോൺസനാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, കഴിഞ്ഞ കുറേ നാളുകളായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാനിൽ നിന്നൊക്കെ വരുന്നവരെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. അപ്പോൾ ഈ പാലാ സ്വദേശിനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഹാഷ്മി, ഇന്നലെയാണ് ഈ വിവരം പുറത്തേക്ക് വന്നത്. അതായത് 2 ദിവസം മുമ്പാണ് ഇവർ സുഡാനിൽ നിന്നും ഉഗാണ്ട വഴി കേരളത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇവർക്ക് പനിയെ തുടർന്നാണ് ഇവരൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് ഈ യാത്രാ വിവരം അറിയിച്ച സാഹചര്യത്തിലാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് എബോള നിരീക്ഷണത്തിലേക്ക് മാറ്റിയത്. ഇവരുടെ സാമ്പിളുകൾ ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പരിശോധനാ ഫലം മന്ത്രി പറഞ്ഞത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി എത്തുമെന്നാണ്. പക്ഷെ നിലവിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് 2 ദിവസം കൂടി താമസമെടുക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ ഇവരുടെ ആരോഗ്യനില സ്റ്റേബിൾ ആണ്. പനിയുണ്ടായിരുന്നു, ആ പനി നേരിയതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആശങ്കപ്പെടാനുള്ള സാഹചര്യം നിലവിലില്ല എന്നുള്ള വിവരം തന്നെയാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗംഭീരമായ ഒരു ദിവസം കൂടി ആശംസിക്കുന്നു. പിന്നെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.